ഒരു ശത്രുരാജ്യവുമായി നടന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളോടെ ജീവൻ രക്ഷിക്കാൻ ഓടിയ രാജാവ് അവസാനം ഒരു കാട്ടിലെ ആശ്രമത്തിനരികിലെത്തി. ആശ്രമത്തിന് പുറത്ത് മെലിഞ്ഞ ശരീരവും പഴയ കാഷായ വസ്ത്രങ്ങളും ധരിച്ച സന്യാസിമാർ ശാന്തമായി തപസ്സിലിരിക്കുന്നു. കടുത്ത ദാഹം കൊണ്ട് അവശനായ രാജാവ് അവരോട് ചോദിച്ചു, എനിക്ക് കുടിക്കാൻ കുറച്ചു വെള്ളം തരാമോ? അപ്പോൾ സന്യാസിമാർ സമീപത്തുള്ള ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അതൊരു മാന്ത്രിക വൃക്ഷമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആ വൃക്ഷത്തോട് ചോദിച്ചാൽ മതി. വിശ്വാസമില്ലെങ്കിലും ദാഹം സഹിക്കാനാവാതെ രാജാവ് വൃക്ഷത്തോട് ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ കുറച്ചു വെള്ളം തരാമോ? അടുത്ത നിമിഷം തന്നെ ഒരു കുടം വെള്ളം രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് ദാഹം തീരുവോളം ആ വെള്ളം കുടിച്ചു. ദാഹം തീർന്നപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു. ഉടൻ തന്നെ രാജാവിന്റെ ഇഷ്ടഭക്ഷണങ്ങളെല്ലാം രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് വിശപ്പ് മാറുന്നതുവരെ ആ ആഹാരം കഴിച്ചു. വിശപ്പ് മാറിയപ്പോൾ രാജാവ് വീണ്ടും പറഞ്ഞു, എനിക്ക് വിശ്രമിക്കാൻ ഒരു കട്ടിലും നല്ല വസ്ത്രങ്ങളും വേണം. അപ്പോൾ തന്നെ കീറിയ വസ്ത്രങ്ങൾ മനോഹരമായ വസ്ത്രങ്ങളായി മാറി. ഒരു സുഖകരമായ കട്ടിലും രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് അതിൽ കിടന്ന് കുറച്ചുനേരം വിശ്രമിച്ചു. വിശ്രമം കഴിഞ്ഞ് രാജാവ് എഴുന്നേറ്റ് വീണ്ടും പറഞ്ഞു, ഞാൻ യുദ്ധത്തിൽ തോറ്റു. എന്റെ രാജ്യം എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ രാജ്യം തിരികെ വേണം. അപ്പോൾ തന്നെ ദൂരെ നിന്ന് ശംഖിന്റെ ധ്വനിയും കുതിരകളുടെ കുളമ്പടികളും കേട്ടു. മന്ത്രിയും സേനാനായകനും സൈന്യങ്ങളൊക്കെയും വിജയഗർവത്തോടെ അവന്റെ മുന്നിലെത്തി. മന്ത്രി രാജാവിനോട് പറഞ്ഞു, രാജാവേ, നമ്മൾ യുദ്ധം വിജയിച്ചു. അങ്ങയെ തിരിച്ചു കൊണ്ടുപോയി ഭരണം ഏൽപ്പിക്കാൻ വന്നതാണ് ഞങ്ങൾ. രാജാവ് സന്യാസിമാരോട് ചോദിച്ചു, ചോദിക്കുന്നതെല്ലാം നൽകുന്ന ഇത്രയും ശക്തിയുള്ള വൃക്ഷം ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇനിയും പഴയ വസ്ത്രങ്ങളണിഞ്ഞ് ജീവിക്കുന്നു? നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും സൗകര്യങ്ങളും കൊട്ടാരങ്ങളും എന്തുകൊണ്ട് നിങ്ങൾ ഈ വൃക്ഷത്തോട് ചോദിക്കുന്നില്ല? സന്യാസിമാർ ശാന്തമായി മറുപടി പറഞ്ഞു, രാജാവേ, ഞങ്ങൾ ചെയ്യുന്ന തപസ്സിന്റെ ശക്തിയിലാണ് ഈ വൃക്ഷത്തിന് ഈ മാന്ത്രിക ശക്തി ലഭിച്ചത്. ഞങ്ങൾ തന്നെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ ചോദിച്ചാൽ ആ നിമിഷം കൊണ്ടുതന്നെ ഈ വൃക്ഷത്തിന്റെ മാന്ത്രിക ശക്തി നഷ്ടപ്പെടും. ആഗ്രഹങ്ങൾ നിറവേറ്റാനല്ല, ആത്മശക്തി നേടാനാണ് ഞങ്ങളുടെ തപസ്. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യൂ. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.